കുഞ്ഞു മായയുടെ ഒരു സ്കൂൾ ദിനം. കഥ എഴുതിയത് രേഖ പി മേനോൻ. പൂന്തോട്ടത്തിൽ ഇന്ന് ഒരുപാട് പൂക്കളുണ്ട്. രാത്രി മഴ ചാറിയിരുന്നു. അതുകൊണ്ടായിരിക്കണം പൂക്കൾക്കും ചെടികൾക്കുമൊക്കെ ഒരു പുത്തൻ ഉണർവ്. റോസാ ചെടിയിൽ നിറയെ പൂക്കൾ, ചെണ്ടുമല്ലിയിലുമുണ്ട് നിറയെ പൂക്കൾ. അല്ല, ഇന്ന് ചക്കമുല്ലയിൽ അധികം പൂവില്ല. പൂമ്പാറ്റകളൊക്കെ പാറി നടക്കുന്നു, പലവിധ വർണ്ണത്തിലുള്ള പൂമ്പാറ്റകൾ. പക്ഷേ മായ പുറത്തിറങ്ങിയില്ല. അവളുടെ മേശ ജനലിന് തൊട്ടടുത്തായിട്ടാണ് ഇട്ടിരിക്കുന്നത്. അവിടെ ഇരുന്നാൽ മുൻവശത്തെ പൂന്തോട്ടം മുഴുവനായും കാണാം. മുക്കിലായി ഒരു നെല്ലിമരം നിൽക്കുന്നുണ്ട്. അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണത്. ആ മരത്തിൻ്റെ കൊമ്പുകൾക്കിടയിലൂടെ ആകാശം നോക്കി അങ്ങനെ ഇരിക്കാൻ എന്തു രസമാ! നെല്ലിമരവുമായി എന്തോ ഒരു ആത്മബന്ധമുള്ളതായി അവൾക്ക് എപ്പോഴും തോന്നാറുണ്ട്. അവൾ ജനലിലൂടെ അങ്ങനെ നോക്കിയിരുന്നു. അച്ഛനും അമ്മയും ഓഫീസിലേക്ക് പോയി. രാവിലെ തന്നെ അമ്മയോട് പറഞ്ഞു, "അമ്മേ, ഇന്ന് ഞാൻ സ്കൂളിലേക്ക് പോകുന്നില്ല. മനസ്സിനൊരു സുഖവുമില്ല." അമ്മ ഒന്നും പറഞ്ഞില്ല. പക്ഷേ പോകാൻ നേരം അമ്മ പറഞ്ഞു, "പുറത്തൊന്നും ഇറങ്ങണ്ട, വാതിൽ പൂട്ടണം. ആരെങ്കിലും വന്നാൽ ജനലിലൂടെ അന്വേഷിച്ചാൽ മതി, വാതിൽ തുറക്കരുത്." മായയ്ക്ക് പൂമ്പാറ്റകളെ വളരെ ഇഷ്ടമാണ്. പക്ഷേ ഇന്ന് അവൾക്ക് അതിലൊരാകർഷണവും തോന്നിയില്ല. ആ വീടും കരച്ചിലുകളും ഇടയ്ക്കിടയ്ക്ക് അവളുടെ മനസ്സിനെ വല്ലാതെ ഉലച്ചുകൊണ്ടിരുന്നു. പതിവ് പോലെ ഇന്നലെ സ്കൂളിലെത്തിയതാണ്. അപ്പോഴാണ് ജാൻസി പറഞ്ഞത് ഫ്ലോറ മരിച്ചു. മായയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരാഴ്ച മുമ്പ് വരെ കണ്ടതാണ്. 6ാം ക്ലാസ്സിലാണെങ്കിലും വെവ്വേറെ ഡിവിഷനാണ്. പക്ഷേ അസംബ്ലിയിൽ ഞങ്ങൾ എല്ലാവരെയും കാണും. പക്ഷെ അവളുമായി അധികം സംസാരിക്കാറൊന്നുമില്ലായിരുന്നു. ബെല്ലടിച്ചു. അസംബ്ലി തുടങ്ങി. അവളുടെ സ്ഥലത്ത് വേറൊരു കുട്ടിയാണ് നിൽക്കുന്നത്. പക്ഷേ അവൾക്ക് പകരം വയ്ക്കാൻ വേറെ എന്തുണ്ട്? അസംബ്ലിയിൽ ഹെഡ് മിസ്ട്രസ് ഫ്ലോറയുടെ മരണത്തിൽ അനുശോചിച്ചു. കുറച്ചു നേരം എല്ലാവരും നിശബ്ദമായി പ്രാർത്ഥിച്ചു. സ്കൂളിന് അവധി പ്രഖ്യാപിക്കുന്നതായി അറിയിച്ചു. അസംബ്ലി കഴിഞ്ഞാൽ എല്ലാവരും വരിവരിയായി ഫ്ലോറയുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഫ്ലോറയുടെ കൂട്ടുകാരെല്ലാം കരയുകയാണ്. ഞങ്ങൾക്കെല്ലാം കറുത്ത ബാഡ്ജുകൾ തന്നു. അതും കുത്തി ഞങ്ങൾ വരിവരിയായി റോഡിലൂടെ നടന്നു. അവളുടെ വീട് സ്കൂളിൽ നിന്നും അധികം ദൂരമില്ല. റോഡരികിലെ കടയിൽ നിന്നും വഴിയരികിൽ നിന്നുമൊക്കെ ആളുകൾ എത്തി നോക്കുന്നുണ്ട്. കൂട്ടുകാരെല്ലാം തമ്മിൽ തമ്മിൽ സംസാരിക്കുന്നുമുണ്ട്. പക്ഷേ മായ മൗനിയായിരുന്നു. എന്തോ ആരോടും ഒന്നും സംസാരിക്കാൻ തോന്നിയില്ല അവൾക്ക്. മരണത്തെ നിർവചിക്കാൻ ശ്രമിച്ചു അവൾ. മരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു തരം ശൂന്യത മനസ്സിൽ നിറയുന്നു. ഒരു മഞ്ഞ ഇളവയിൽ മനസ്സിലാകെ വ്യാപിക്കും. അതിനിടയിലൂടെ ചെറിയ കാറ്റും. ഉണങ്ങിയ ഇലകൾ അവിടമാകെ പറക്കാൻ തുടങ്ങും. ഉണങ്ങിയ ഇലകളുടെ മർമ്മരം ഉയർന്നു കേൾക്കാം. പിന്നെ എങ്ങും നിശബ്ദതയാണ്, പേടിപ്പെടുത്തുന്ന നിശബ്ദത. പ്രകൃതിയാകെ ചേതനയറ്റു നിൽക്കുന്നത് പോലെ ഒരു തോന്നൽ. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്ലാസ് ടീച്ചർ ഇതുപോലെ പെട്ടെന്നൊരു ദിവസം എല്ലാവരെയും വിട്ടുപോയി. അന്ന് അവൾ വേറൊരു സ്കൂളിലായിരുന്നു പഠിച്ചിരുന്നത്. ടീച്ചറെ ഇനി കാണാൻ പറ്റില്ലെന്ന് കൂട്ടുകാരൊക്കെ പറഞ്ഞു. സ്റ്റാഫ് റൂമിലെത്തുമ്പോൾ അവൾ ടീച്ചർ ഇരുന്ന ആ കസേരയിലേക്ക് വെറുതെ ഒന്ന് നോക്കും. ടീച്ചറിന് തന്നോട് പ്രത്യേക ഇഷ്ടമായിരുന്നു. എന്നും മിഠായി തരും. ആ കസേര കുറേ കാലം ഒഴിഞ്ഞു തന്നെ കിടന്നു. ആ കസേരയിൽ വേറൊരാളിരിക്കുന്നത് സങ്കൽപ്പിക്കാൻ പോലും പറ്റുമായിരുന്നില്ല. ആ വേർപാട് ഇന്നും മനസ്സിൽ വിഷാദത്തിൻ്റെ കരിനിഴൽ വീഴ്ത്തുന്നു.
ടീച്ചർ പോയിടത്ത് ഇന്ന് ഫ്ലോറയും പോയി. ഇന്ന് അവൾ അവസാനമായി ഞങ്ങളെയെല്ലാം കാണും. അത് കഴിഞ്ഞാൽ അവൾ അനന്തതയിലേക്ക് പോയി മറയും. ഞങ്ങൾ അവളുടെ വീടിനടുത്തെത്തി. വീട് നിറയെ ആൾക്കൂട്ടം. മുറ്റം കവിഞ്ഞ് റോഡിലുമുണ്ട് ആളുകൾ. മുറ്റത്തിൻ്റെ ഓരത്തായി ഒരുപാട് 10 മണിപ്പൂക്കൾ വെയിലത്ത് തിളങ്ങുന്നു. വിഷാദത്തോടെ എല്ലാവരെയും എതിരേൽക്കുന്നു. മായയ്ക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. ഞങ്ങൾ വരിയായി വീടിനകത്തേക്ക് കയറി. പൂക്കൾക്കിടയിൽ അവളുടെ കൊച്ചു ശരീരം ചേതനയറ്റ് കിടക്കുന്നു. ശരീരം മുഴുവൻ പൂക്കൾ കൊണ്ട് മൂടിയിരിക്കുന്നു. അവൾ ശാന്തമായി ഉറങ്ങുന്നു. അമ്മയും സഹോദരങ്ങളും ചുറ്റുമിരുന്ന് കരയുന്നുണ്ട്. ഞങ്ങൾ അവളെ പ്രദക്ഷിണം വെച്ച് പുറത്തേക്ക് കടന്നു. വഴിയിൽ ഫ്ലോറയുടെ മുഖം തന്നെയായിരുന്നു മനസ്സിൽ. അവൾ അച്ഛനെയും അമ്മയെയും സഹോദരങ്ങളെയും വിട്ട് എങ്ങോട്ടാണ് പോയത്? ഒറ്റയ്ക്ക് പോകാൻ അവൾക്ക് പേടി തോന്നിയില്ലേ? ഇനി ആർക്കും അവളെ കാണാൻ പറ്റില്ല. അവൾ ഫോട്ടോയിൽ മാത്രമായി അവശേഷിച്ചു. അവൾ എന്തിനിത്ര പെട്ടെന്ന് പോയി? ഈ ഭൂമിയിൽ അവൾക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ അവസാനിച്ചു കാണും. കുറച്ച് ദിവസം കഴിഞ്ഞാൽ എല്ലാവരും അവളെ മറക്കും. അവളുടെ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവളെ മറക്കുമോ? അവർ നടന്ന് സ്കൂളിലെത്തി. പിന്നെ വീടെത്താനുള്ള തത്രപ്പാടിലായിരുന്നു എല്ലാവരും. അന്ന് നേരത്തെ വീട്ടിലെത്തി. കുളി കഴിഞ്ഞ് ഊണ് കഴിച്ചെന്ന് വരുത്തി കട്ടിലിൽ കമിഴ്ന്നു കിടന്നു. മനസ്സിൽ ഫ്ലോറ മാത്രം. ആ വീടും പരിസരവും അവളുടെ കൺമുന്നിൽ നിന്നും മായുന്നില്ല. ഫ്ലോറയുടെ അമ്മയുടെ മുഖം മായയെ വല്ലാതെ വിഷമിപ്പിച്ചു. കട്ടിലിൽ നിന്നും മെല്ലെ എഴുന്നേറ്റ് ഹാളിലേക്ക് നടന്നു. ടീപ്പോയിലിരുന്ന പുസ്തകമെടുത്ത് മെല്ലെ മറിച്ചു നോക്കി. അമ്മ നല്ല ഉറക്കത്തിലാണ്. മായയ്ക്ക് വല്ലാത്തൊരു ഭയം തോന്നി. പുസ്തകത്താളുകൾ മറിച്ചുകൊണ്ടേയിരുന്നു. പെട്ടെന്ന് പിന്നിലൊരു കാലൊച്ച. അവൾ ഞെട്ടിത്തിരിഞ്ഞു നോക്കി. ആരുമില്ല. അവൾ ആകെ വിയർത്തു. ഓടി അമ്മയുടെ അടുത്തെത്തി. അമ്മ നല്ല ഉറക്കത്തിലാണ്. മെല്ലെ അമ്മയ്ക്കരികിലായി കിടന്നു. ഫ്ലോറയുടെ അമ്മയുടെ മുഖം വീണ്ടും വീണ്ടും അവളെ അസ്വസ്ഥയാക്കി. ഫ്ലോറ ഇനി ഒരിക്കലും ആ അമ്മയുടെ അടുത്തേക്ക് വരില്ല. അകലത്തെവിടെയോ നിന്ന് ഒരു കുയിൽ മൂളി. അവൾ ഞെട്ടിയുണർന്നു. പൂന്തോട്ടത്തിൽ പൂമ്പാറ്റകൾ കുറഞ്ഞു തുടങ്ങി. വെയിലിന് തീവ്രത കൂടി വന്നു. മുറിക്കകത്തേക്ക് ചൂട് വ്യാപിച്ചു തുടങ്ങി. മായ എഴുന്നേറ്റ് ഫാൻ ഓൺ ചെയ്തു. അതെ, ശൂന്യതയെ നമ്മുടെ ജീവിതത്തിലേക്ക് വ്യാപിപ്പിക്കാൻ അനുവദിച്ചുകൂടാ. ജീവിതം സംഭവങ്ങളെ കൊണ്ട് നിറയ്ക്കണം. കർമ്മനിരതരായ വ്യക്തികളിൽ ശൂന്യത ഒരിക്കലും വന്നു നിറയുന്നില്ല. കർമ്മം അതായിരിക്കണം ഒരു മനുഷ്യൻ്റെ സ്ഥായിയായ ഭാവം. മേശമേലിരുന്ന സ്വാമി വിവേകാനന്ദൻ്റെ പുസ്തകം അവൾ കയ്യിലെടുത്തു. പുറംചട്ടയിൽ വിവേകാനന്ദൻ്റെ ഉജ്ജ്വലമായ ചിത്രം. തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം. കഴിഞ്ഞ വർഷം പ്രബന്ധരചനാ മത്സരത്തിൽ 1ാം സമ്മാനമായി കിട്ടിയ പുസ്തകമാണ്. അവൾ ഓർത്തു. പ്രായത്തിൽ കവിഞ്ഞ പക്വതയുള്ളവളാണ് തൻ്റെ മകളെന്ന് വളരെ അഭിമാനപൂർവ്വം അമ്മ പലരോടും പറയുന്നത് കേട്ടിട്ടുണ്ട്. എന്നിട്ടും ഞാൻ ബാലിശ്യമായ വികാരങ്ങൾക്ക് അടിമപ്പെടുന്നു. എത്ര ചിന്തിച്ചിട്ടും മായയ്ക്ക് മനസ്സിലായില്ല. മരണം ഒരിക്കലും ഒഴിവാക്കാനാവാത്ത യാഥാർത്ഥ്യം. പിന്നെ അതിനെക്കുറിച്ച് എന്തിനു വ്യാകുലപ്പെടുന്നു? ദുഃഖം, വേദന ഇവയൊക്കെ മനുഷ്യ സഹജമായ ഭാവങ്ങളല്ലേ? അതിനെയൊക്കെ ധൈര്യപൂർവ്വം തരണം ചെയ്യുന്നവരല്ലേ അനശ്വര പദത്തിലേക്ക് എത്തുന്നത്. അവൾ വീണ്ടും പുസ്തകത്താളുകൾ ഒന്നൊന്നായി മറിക്കാൻ തുടങ്ങി. രേഖ പി മേനോൻ 1972 തൃശ്ശൂരിൽ ജനനം. അച്ഛൻ കൃഷ്ണനുണ്ണി മേനോൻ, അമ്മ നാണിക്കുട്ടി, ഭർത്താവ് രമേശ്, മകൻ ഭരത് കൃഷ്ണ. ഹിന്ദി സാഹിത്യമാണ് മുഖ്യ കർമ്മക്ഷേത്രം. ഹിന്ദിയിൽ 4 കവിതാ സമാഹാരങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.
3 ആന്തോളജിയും ഇറങ്ങിയിട്ടുണ്ട്. ഒരു കവിതാ സമാഹാരത്തിന് കേരള ഹിന്ദി സാഹിത്യ അക്കാദമി അവാർഡും വേറൊരു കവിതാ സമാഹാരത്തിന് ഡോക്ടർ ചന്ദ്രശേഖരൻ നായർ അവാർഡും ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ അന്താരാഷ്ട്രീയ കോൺഫറൻസുകളിൽ സ്ഥിരമായി പങ്കെടുക്കുകയും 40ഓളം ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. സമകാലിക ഹിന്ദി മാസികകളിൽ സ്ഥിരമായി കവിതകൾ പ്രസിദ്ധീകരിക്കുന്നു. മലയാളത്തിൽ കഥകളും കവിതകളും എഴുതാറുണ്ട്. മലയാള കഥയുടെ ഒരു ആന്തോളജിയും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്.